ഹലോ, നമസ്കാരം. ഞാനേ ഒരു വീഡിയോ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട്. ഒരു ഓട്ടോക്കാരൻ്റെ കാര്യമാണ് അത്. ഓട്ടോക്കാരൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ പണ്ടൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു. പിന്നെ കുവൈറ്റിലേക്ക് പോയതിന് ശേഷമാണ് ഞാൻ ആ ഡ്രൈവർ പണി നിർത്തിയത്. എങ്കിലും ഇതൊന്ന് കണ്ടിട്ട് അതിനൊരു മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ കുറേ നാൾ ഓട്ടോറിക്ഷ ഓടിച്ചതിന് അർത്ഥമില്ലാതായിപ്പോവും. ഇപ്പം ഞാൻ ഓട്ടോ ഇല്ല, കാരണം അത് വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓട്ടോ ഓടിക്കുന്നില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓട്ടോറിക്ഷയിൽ 2 കണ്ണാടി വെച്ചിട്ടുണ്ട്. ഈ 2 കണ്ണാടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാക്കിൽ വരുന്ന വണ്ടികളെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ആ കണ്ണാടി വെച്ചിരിക്കുന്നത്. അത് അറിയാത്ത ആൾക്കാർ ഇത്തിരി കുറവാണ്. കാരണം വണ്ടിയിൽ ബസ്സിലാണെങ്കിലും നമ്മൾ 2 കണ്ണാടി വെച്ചിരിക്കുന്നത് 2 സൈഡിൽ കൂടെയും നമ്മൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ആ കണ്ണാടി വെച്ചിരിക്കുന്നത്. അല്ലാതെ ബാക്കിലത്തെ സ്ത്രീകളാണെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീയാണ് വണ്ടി ഓട്ടിക്കണമെങ്കിൽ പുരുഷന്മാരുടെയും സൗന്ദര്യം കാണാൻ വേണ്ടി അല്ല ഓട്ടോറിക്ഷയിലായാലും കാറിലായാലും മറ്റേ ഏത് വണ്ടികളിലായാലും നമ്മൾ കണ്ണാടി വെക്കുന്നത് ബാക്കിൽ സൈഡ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ആ കണ്ണാടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 പെണ്ണുങ്ങൾ പിന്നെ ഓട്ടോ ഡ്രൈവറെ പറയുന്നത് അവരിൻ്റെ സൗന്ദര്യം നോക്കി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അവരിൻ്റെ സൗന്ദര്യം കാണാൻ വേണ്ടിയാണ് കണ്ണാടി വെക്കണമെങ്കിൽ ഓട്ടോറിക്ഷൻ്റെ എവിടെയാണ് കണ്ണാടി വെക്കുകയെന്നറിയോ? ഫ്രണ്ടിൽ മുകളിലാണ് വെക്കുക. എന്നിട്ട് അവരിനെ കാണാൻ വേണ്ടി ആ കണ്ണാടി തിരിച്ച് വെക്കും. അങ്ങനെയാണ് ബാക്കിലിരിക്കുന്ന ആൾക്കാരിനെ നോക്കാൻ വേണ്ടി നമ്മൾ ഓട്ടോറിക്ഷയിൽ കണ്ണാടി വെക്കുന്നത്. കാരണം ഞാൻ 10-15 കൊല്ലം ഓട്ടോറിക്ഷ ഓടിച്ച ഒരു ഓട്ടോ ഡ്രൈവറാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ചെറിയ തരം ഒരു 10, 25, 30 വയസ്സായ പെൺപിള്ളേർ വണ്ടിയിൽ കയറിയിട്ട് ഈ ഡ്രൈവർമാരെ ഒന്ന് ആക്കിയിട്ട് കൊലയ്ക്ക് കൊടുക്കുക എന്നുള്ള കുറേ ധാരണകൾ ഈ പെണ്ണുങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ളവർ ഇനി വണ്ടി കയറിയിട്ടാണ് ഈ വക പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വണ്ടി മേടിച്ച് ഓടിക്കണം. അല്ലാതെ ഡ്രൈവർമാരുടെ മക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. ഡ്രൈവർമാർ കണ്ണാടിയിലേക്ക് നോക്കുന്നത് സൈഡ് നോക്കാനാണ്. അല്ലാതെ ബാക്കിലിരിക്കുന്നവരുടെ സൗന്ദര്യം കണ്ടിട്ട് അവർക്ക് വണ്ടിയിലിരുന്ന് വേറൊന്നും ചെയ്യാൻ അല്ല. അത് ഈ സ്ത്രീകൾ കുറേ സ്ത്രീകളുണ്ട്. മറ്റുള്ള സ്ത്രീകളുടെയും കൂടി മാനം കെടുത്താൻ വേണ്ടി ഈ ലോകത്തിൽ കുറേ പെൺപിള്ളേരുണ്ട്. അപ്പോൾ ഞാനൊരു ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് അത് അറിയുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. വെറുതെ ഈ റീച്ച് കിട്ടാനും എന്താ പറയുക, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം റീച്ച് കിട്ടാൻ വേണ്ടി വെറുതെ നമ്മുടെ ഈ ലോകത്തിൽ നല്ലല്ലാത്ത ആണുങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാവരെയും ഒരു കണ്ണുകൊണ്ട് കാണരുത്. എല്ലാ പുരുഷന്മാരും കെട്ടവരല്ല, എല്ലാ പുരുഷന്മാരും നല്ലവരുമല്ല. അതേപോലെ തന്നെ എല്ലാ സ്ത്രീകളും നല്ലവരല്ല, എല്ലാ സ്ത്രീകളും കെട്ടവരല്ല. നമ്മൾ കാണുന്ന കാഴ്ചപ്പാടാണ് മോശമായിട്ട് കാണുകയാണെങ്കിൽ അതിനെ മോശമായി തന്നെ കാണുന്നത്. നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ചാൽ നല്ല രീതി തന്നെ കാണുകയാണെങ്കിൽ അതിനി എത്ര പൊട്ടയായ സ്ത്രീയായാലും ശരി, എത്ര പൊട്ടയായ പുരുഷന്മാരായാലും ശരി, നമ്മളിൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയാണ് നമ്മൾക്ക് ശരിയായ രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് ശരിയായി തന്നെ കാണും. മഞ്ഞളിപ്പ് പിടിച്ച കണ്ണുകൊണ്ട് നോക്കുകയാണെങ്കിൽ അത് മഞ്ഞ തന്നെയായിട്ടേ കാണുള്ളൂ. അപ്പം നമ്മളുടെ കാഴ്ചപ്പാടാണ് ആദ്യം മാറ്റേണ്ടത്. നമ്മളാണ് നന്നാവേണ്ടത്. നമ്മൾ ഈ രാജ്യത്തിനെയും ലോകത്തിനെയും ഒന്നും നന്നാക്കാൻ നോക്കിയാൽ നന്നാവില്ല. നമ്മൾ നന്നായി നടന്നാൽ എല്ലാം നല്ലത് തന്നെ. അപ്പോൾ ആ പാവം ഓട്ടോ ഡ്രൈവറെ വെറുതെ പഴിചാരി അതിനെ വേറെ വല്ല ലെവലിലും കൊണ്ട് എത്തിക്കരുത് സഹോദരി. നിന്നോടുകൂടിയാണ്. ഓട്ടോറിക്ഷയിൽ 2 കണ്ണാടി 2 ഭാഗത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് ബാക്കിൽ വരുന്ന വണ്ടി കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഞാനൊരു ഡ്രൈവർ ആയതുകൊണ്ട് ഞാൻ അഭിമാനിക്കുകയാണ് അതിൽ. എൻ്റെ ഇഷ്ടപ്പെട്ട ജോലിയാണ് ഡ്രൈവർ പണി. പക്ഷേ എനിക്കിന്ന് ഒരു വണ്ടി വാങ്ങാനുള്ള അവസ്ഥയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ജോലിക്ക് വരുന്നത്. അമ്മമാരെ നോക്കുന്ന ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.